ദശകം 29 അമൃതഹരണവും അസുരനിഗ്രഹവും. ഇരുകരങ്ങളാലും പൊൻകുടത്തിൽ അമൃതേന്തിക്കൊണ്ട് പാലാഴിയിൽ നിന്നും ആ ഭഗവാൻ തന്നെ ധന്വന്തരി മൂർത്തിയായി അവതരിച്ചതാണ് കഴിഞ്ഞ ദശകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. ആ ധന്വന്തരി മൂർത്തിയെ കണ്ടിട്ട് അമൃതത്തിന്റെ പേരിൽ അത്യാശ തോന്നിയ അസുരന്മാർ പിന്നീട് എന്തു ചെയ്തു എന്ന് ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 1. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിത ദേവഭവത്പ്രഭാവാത് ദുദ്യത്സു യുദ്ധ്യ കലഹാദിതി ച ബഭൂവുഃ. ഉദ്ഗച്ഛതഃ തവ കരാത് അമൃതം ഹരത്സു ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യ തിരോദധിത ദേവ ഭവത്പ്രഭാവാത് ഉദ്യത്സ്വ യൂധ്യകലഹ ദിതിജ ബഭൂവുഃ. ഉദ്ഗച്ഛതഃ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന തവ കരാത് ഭഗവാനെ, അങ്ങ് തന്നെയാണല്ലോ ധന്വന്തരി മൂർത്തിയായി അവതരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയുടെ കയ്യിൽ നിന്നും തവ കരാത് അങ്ങയുടെ കയ്യിൽ നിന്ന് ദൈത്യേഷു അസുരന്മാർ അമൃതം ഹരത്സു അമൃതത്തെ തട്ടിക്കൊണ്ടുപോയി കളഞ്ഞു. സത്സു എന്ന് വെച്ചാൽ അപ്പോ പാലാഴിയിൽ നിന്നും ഭഗവാൻ ധന്വന്തരി മൂർത്തിയായി അവതരിച്ച അമൃതവും കൊണ്ട് പൊങ്ങി വന്നപ്പോൾ അസുരന്മാർ അമൃത സേവിക്കാൻ വേണ്ടി ആ അമൃതത്തെ ധന്വന്തരി മൂർത്തിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. അശരണാൻ താൻ ദേവാൻ, ഒരു രക്ഷയും ഇല്ലാതായി തീർന്ന, അതായത് പോംവഴിയൊന്നും കാണാത്ത ആ ദേവന്മാരെ അനുനീയ ഭഗവാൻ അപ്പോൾ സാന്ത്വന വചനങ്ങളാൽ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അല്ലയോ ദേവാ ഭഗവാനെ, സദ്യ അവിടുന്ന് പെട്ടെന്നങ്ങ് തിരോധിതത മറഞ്ഞു കളഞ്ഞു, അവിടെ നിന്ന് അപ്രത്യക്ഷനായി എന്ന്. എന്നാൽ ദിതിജ അസുരന്മാരാകട്ടെ ഭവത് പ്രഭാവാത് ഭഗവാന്റെ മായാപ്രഭാവം കാരണമായിട്ട് ഉദ്യത്സു, അതായത് കലഹം, യൂധ്യകലഹ എന്ന് വെച്ചാൽ സ്വന്തം കൂട്ടരുമായി തന്നെയുള്ള കലഹത്തിന് ബഭൂവുഃ ഒരുങ്ങിയവരായി തീരുകയും ചെയ്തു എന്ന്. അപ്പോ പാലാഴിയിൽ നിന്നും ഭഗവാൻ ധന്വന്തരി മൂർത്തിയായി അവതരിച്ച് പൊന്തി വന്നപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃതം തട്ടിയെടുത്ത് അസുരന്മാർ പോയി കളഞ്ഞു. ഇത് കണ്ട് ആകെ ദുഃഖിച്ചിരുന്ന ദേവന്മാരെ ഭഗവാൻ തന്നെ സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു കളഞ്ഞു. എന്നാൽ ഈ സമയം ഭഗവാൻ സൃഷ്ടിച്ച മായയിൽ പെട്ടിട്ട് അസുരന്മാർ തന്നെ പരസ്പരം അവരുടെ സ്വന്തം കൂട്ടരുമായി തന്നെ അമൃതത്തിന് വേണ്ടി കലഹത്തിനൊരുങ്ങുന്നവരായി തീർക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. ശ്യാമാം രുജാഭി വയസാഭി തനും ദദാനി പ്രാപ്തോസി തുംഗകുജ മണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രദിയയുസ്തുതുരോജകുംഭേ. ശ്യാമാം രുജാ അഭി വയസാ അഭി തനും തദാനീം പ്രാപ്തഃ അസി തുംഗകുജ മണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണ ആകുലാഃ പ്രദിയയുഃ ത്വത് ഉരോജകുംഭേ. തദാനീം ത്വം, അപ്പോൾ അവിടുന്ന് മറഞ്ഞ ഉടനെ അങ്ങ് ഭഗവാനെ, അങ്ങ് അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ കണ്ടല്ലോ ഭഗവാൻ അവിടുന്ന് ദേവന്മാരെ ആശ്വസിപ്പിച്ചിട്ട് അവിടുന്ന് മറഞ്ഞു കളഞ്ഞു എന്ന്. അങ്ങനെ അവിടുന്ന് അപ്രത്യക്ഷനായ ഉടനെ തന്നെ രുജാ അഭി സ്വന്തം ആ കാന്തി കൊണ്ടും വയസാ അഭി പ്രായം കൊണ്ടും ശ്യാമാം അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ രൂപത്തെ ധരിച്ചു.
തുങ്ക കുജ മണ്ഡല ഭംഗുരാം, അതായത് തടിച്ചുയർന്ന നിറഞ്ഞ സ്തനങ്ങളുടെ ഭാരത്താൽ തനും ഭംഗുരാം തനും, അകത്തോട്ടൊന്നു വളഞ്ഞ ശരീരരൂപത്തെ കൈക്കൊണ്ടവനായി തീർന്നു. അതായത് മോഹിനി രൂപം ഭഗവാൻ കൈക്കൊണ്ടു എന്നർത്ഥം. തനും പ്രാപ്തഃ അസി, ഭഗവാനെ അങ്ങനെ ഒരു ശരീരരൂപത്തെ, മോഹിനി രൂപത്തെ അങ്ങ് കൈക്കൊണ്ടുവല്ലോ. ആ രൂപത്തെ കണ്ട് സർവേ, അപ്പോൾ എല്ലാ അസുരന്മാരും പീയൂഷകുംഭ കലഹം, അമൃതകുംഭത്തെ ചൊല്ലിയുള്ള കലഹത്തെ പരിമുച്യ, തീരെ അങ്ങ് കൈവെടിഞ്ഞു. എന്നിട്ട് ത്വത്, അങ്ങയുടെ, അതായത് ആ മോഹിനിയുടെ ഉരോജകുംഭേ, അതായത് അവളുടെ സൗന്ദര്യത്തെ ചൊല്ലിയുള്ള തൃഷ്ണാകുല ആശയാൽ വിവശരായിട്ട് പ്രതിയയു, അങ്ങയുടെ നേരെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞിട്ട് പിന്നീട് വരുന്നത് മോഹിനി രൂപം കൈക്കൊണ്ടിട്ടാണ്. അപ്പോൾ പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അതിമനോഹരമായ രൂപം, ആ അങ്ങനെയുള്ള ഒരു മോഹിനി രൂപം കൈവരിച്ചു ഭഗവാൻ വന്നപ്പോൾ, അതുവരെ അമൃത കലശത്തിന് വേണ്ടി വഴക്കുകൂടിയിരുന്ന അസുരന്മാർ അതിനെ ഉപേക്ഷിച്ചു. അമൃതൊന്നും പിന്നെ അവർക്ക് വേണ്ടാതായി. മോഹിനിയെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യത്തെ ചൊല്ലി, ആ സൗന്ദര്യം കണ്ട് പരവശരായിട്ട് അവളിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ മോഹിനിയുടെ അടുത്തേക്ക് വന്നെത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 3. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുതാമിമാമി ത്യരൂഢരാഗവിവശാനഭിയാചതോ മോ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപന്നപി സുവിശ്വസിതാനതാനി. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാം ഇമാം ഇതി ആരൂഢ വിവശാൻ അഭിയാചതഃ അമോൻ വിശ്വസ്യതേ മയി കഥം കുലടാ അസ്മി ദൈത്യ ഇതി ആലപൻ അഭി സുവിശ്വസിതാൻ അദാനി. മൃഗാക്ഷി, അല്ലയോ മാൻമിഴിയാളെ സുന്ദരി, കാത്വം, ഭവതി ആരാകുന്നു? ആ അസുരന്മാർ മോഹിനിയോട് ചോദിക്കുകയാണ്, അല്ലയോ സുന്ദരി, ഭവതി ആരാണ്? ഇമാം സുധാം, ഇതാ ഈ അമൃതത്തെ വേണ്ട പോലെ ഞങ്ങൾക്ക് വിഭജസ്വ, പകുത്തു തന്നാലും. അപ്പൊ ഞങ്ങൾ എല്ലാ അസുരന്മാർക്കുമായി ഈ അമൃതത്തെ ഒരുപോലെ ഞങ്ങൾക്ക് പകുത്തു തന്നാലും. ഇതി അഭിയാചതഃ, എന്നിങ്ങനെ ആ മോഹിനിയോട് നേരിട്ട് അപേക്ഷിക്കുന്നവരും ആരൂഢരാഗവിവശാൻ, വല്ലാത്ത അനുരാഗത്താൽ വലഞ്ഞുപോയവരുമായ അമോൻ, ആ അസുരന്മാരോടായി ആ മോഹിനി പറയുകയാണ്, ദൈത്യ, അല്ലയോ അസുരന്മാരെ, മയി, എന്നെ, കഥം വിശ്വസ്യതേ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നെ? കുലട അസ്മി, ഞാനൊരു കുലടയാണല്ലോ. കുലട എന്ന് വെച്ചാൽ ഏകപതിവ്രതമില്ലാത്തവളെയാണ് കുലട എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാനൊരു കുലടയാണ്, നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിച്ച് ഈ അമൃത് എൻ്റെ കയ്യിൽ തരും? ഇതി ആലാപൻ, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സുവിശ്വസിതാൻ അദാനിഹി, അവരെ തന്നിൽ തികച്ചും വിശ്വാസമുള്ളവരാക്കി തീർത്തു ആ മോഹിനി എന്നാണ് പറയുന്നത്. അപ്പൊ അവൾ തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അസുരന്മാർക്ക് പൂർണ്ണ വിശ്വാസമായി അവളെ എന്ന്. അപ്പോൾ സുന്ദരിയായ മോഹിനിയെ കണ്ടപ്പോൾ അസുരന്മാർ, അല്ലയോ സുന്ദരി, അവിടുന്ന് ആരാണ്? അവിടുന്ന് തന്നെ ഈ അമൃതത്തെ ഞങ്ങൾ ഈ അസുരന്മാർക്ക് എല്ലാവർക്കുമായി ഒരുപോലെ വിഭജിച്ച് തന്നാലും എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അനുരാഗ വിവശരായി നിൽക്കുന്ന ആ അസുരന്മാരോട് ആ മോഹിനി പറയുകയാണ്, അല്ലയോ അസുരന്മാരെ, നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിക്കും? ഞാനൊരു കുലടയാണല്ലോ. ഈ അമൃതകുംഭം എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് തരുന്നത്? എന്നിങ്ങനെയൊക്കെ അവൾ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നത് കണ്ടപ്പോൾ അസുരന്മാർക്ക് തീർത്തും ആ മോഹിനിയിൽ വിശ്വാസം ഉറച്ചു. അവൾ വഞ്ചിക്കില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെ അസുരന്മാർക്ക് ഉറച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. മോദാത് സുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ
പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാ ലീലാവിലാസഗതിഭിः സമദാ സുധാം താം. മോദാത് സുധാകലശം യേഷു ദദത്സു സാ ത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വം ഇതി ബ്രുവാണ. പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാ ലീലാവിലാസഗതിഭിः സമദാഃ സുധാം താം. യേഷു, അതായത് ആ മോഹിനിയെ വിശ്വസിച്ചവരായി തീർന്ന ഈ അസുരന്മാർ, മോദാത് നല്ല സന്തോഷത്തോടെ, സുധാകലശം അമൃതകുംഭം, ദദത്സു ആ മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ സാത്വം മോഹിനിയായി വന്ന അവിടുന്ന് ഭഗവാനെ അങ്ങ് മമ ദുശ്ചേഷ്ടിതം ഞാൻ നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കാട്ടിയാൽ സഹധ്വം സഹിച്ചേക്കണമേ ഇതി ബ്രുവാണ എന്ന് പറഞ്ഞുകൊണ്ട് പങ്ക്തിം പ്രഭേദ വിനിവേശിത ദേവദൈത്യ ദേവന്മാരെയും ദൈത്യന്മാരെയും അസുരന്മാരെയും രണ്ട് പന്തിയായി തിരിച്ചിരുത്തിന്ന്, രണ്ട് വിഭാഗമായിട്ട് അവരെ രണ്ട് കൂട്ടരെയും ദേവന്മാരെയും അസുരന്മാരെയും തിരിച്ചിരുത്തിയിട്ട് താം സുധാം ആ അമൃതിനെ ലീലാവിലാസഗതിഭിഹി ആടിക്കുഴഞ്ഞു നടന്നുകൊണ്ട് സമദാഹ നന്നായി വിളമ്പി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സമദ എന്ന് പറഞ്ഞാൽ ദേവി ആ മോഹിനി അസുരന്മാർക്ക് ആദ്യം വിളമ്പിയില്ല, ദേവന്മാർക്ക് നല്ലോണമായി അങ്ങ് വിളമ്പി കൊടുത്തു. പക്ഷേ അവളുടെ മോഹിനിയുടെ ആ ലീലാവിലാസത്തിൽ മയങ്ങി ഇരുന്നു പോയി അസുരന്മാർ അതൊന്നും ശ്രദ്ധിച്ചത് തന്നെയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ മോഹിനിയെ പൂർണ്ണമായി വിശ്വസിച്ച അസുരന്മാർ അമൃതകുംഭം മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. ആ അമൃതകുംഭം കയ്യിൽ കിട്ടിയ മോഹിനി ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്താലും അത് സഹിച്ചേക്കണമേ എന്ന് അങ്ങ് കൊഞ്ചിക്കൊഴഞ്ഞ് അവരോട് പറഞ്ഞു. അപ്പോൾ അതിൽ വിശ്വസിച്ച ദേവന്മാരും ദൈത്യന്മാർ അസുരന്മാർ അതും ശരിവെച്ചു. അവർക്ക് പൂർണ്ണ വിശ്വാസമായി അതുകൂടി കേട്ടപ്പോൾ. അങ്ങനെ മോഹിനി ദേവന്മാരെയും അസുരന്മാരെയും രണ്ട് പന്തിയിലായിട്ട് തിരിച്ചിരുത്തിയിട്ട് ആ അമൃതത്തെ ആടിക്കുഴഞ്ഞ് അവരുടെ ഇടയിലൂടെ അങ്ങ് നടന്നിട്ട് കൂടുതലായിട്ട് ഏറ്റവും ആദ്യം ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അങ്ങനെ അതിൽ ആ മായയിൽപ്പെട്ട അസുരന്മാർ അറിയാതെ അവിടെ ഇരുന്നു പോയി. ശ്ലോകം 5. അസ്മാ സ്വീയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദ പരിപീതസുധം വ്യലാവി. അസ്മാസു ഇയം പ്രണയിനി ഇതി അസുരേഷു തേഷു ജോഷം സ്ഥിതേഷു അധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗഃ നിജരൂപം ഏത്യ സ്വർഭാനും അർദ്ധ പരിപീത സുധം വ്യലാവി. തേഷു ആ അസുരന്മാർ, അസുരേഷു ആ അസുരന്മാരാകട്ടെ, ഇയം ഇവൾ, അസ്മാസു പ്രണയിനി ഇതി ഇവൾ നമ്മളുടെ പേരിൽ പ്രണയമുള്ളവൾ തന്നെയാണ്, ഇതി ഇപ്രകാരം ജോഷം സ്ഥിതേഷു വിചാരിച്ച് മിണ്ടാതിരുന്നു, അഥാ അനന്തരം. അതായത് ആ മോഹിനി അമൃതത്തെ ദേവന്മാർക്കാണ് ആദ്യം വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അസുരന്മാർ പക്ഷെ അതിലവർക്ക് ഒരു വിഷമവും തോന്നിയില്ല. കാരണം ഇവൾ നമ്മുടെ പ്രണയിനിയാണ്, അസുരന്മാരുടെ പ്രണയിനിയാണ്. അതുകൊണ്ടാണ് അവൾ ദേവന്മാർക്കാണ് മോഹിനി അമൃത് വിളമ്പുന്നത് എങ്കിലും അവളുടെ നോട്ടം മുഴുവൻ അസുരന്മാരിലേക്കായിരുന്നു. അപ്പോൾ അവൾ നമ്മുടെ പ്രണയിനിയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സമയമാവുമ്പോൾ വിളമ്പി നമുക്കും കൊടുന്നു തരും എന്നൊരു വിശ്വാസം അസുരന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ദേവി ആ കുമാരി ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കുമ്പോഴും അസുരന്മാർ ഇവൾ നമ്മുടെ പ്രണയിനിയാണ് എന്ന് വിചാരിച്ച് അവിടെ മിണ്ടാതെ ഇരുന്നു. അനന്തരം ഭക്തലോകവശഗഃ ത്വം
ഭക്തജനങ്ങൾക്ക് അധീനനായ അവിടുന്ന് ഭഗവാനെ അങ്ങ് സുതാം സുരേഷു സമാപ്യ, ആ അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പി എത്തിച്ചിട്ട് അങ്ങ് തീർത്തു. എന്നിട്ട് ആ സമയം അർദ്ധ പരിപീത സുതം, ആ അമൃത് കുറച്ച് അകത്താക്കിയ രാഹുവിനെ, രാഹുവിനെ നിജരൂപമീത്യ, സ്വന്തം രൂപം കൈക്കൊണ്ട് തിരിച്ചു വന്ന് അവിടുന്ന് വ്യലാവി, അറത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അസുരന്മാർ അമൃത് വിളമ്പുന്നതിനാൽ അശേഷം ദേവി കുമാരി അമൃത് വിളമ്പുമ്പോൾ അസുരന്മാർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ രാഹു ആകട്ടെ മായയാൽ ദേവനായി ചമഞ്ഞിട്ട് ആ ദേവന്മാരുടെ ഒപ്പം വന്നിരുന്ന് അമൃത് വാങ്ങി അല്പം പാനം ചെയ്തു. ഭഗവാൻ തൽക്ഷണം ഇത് കണ്ട് സ്വന്തം രൂപം, ആ വിഷ്ണു രൂപം തന്നെ ധരിച്ച് ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് രാഹുവിന്റെ ഗളച്ഛേദവും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ മോഹിനി ദേവന്മാരെയും അസുരന്മാരെയും രണ്ടു പന്തിയിലായിട്ട് ഇരുത്തിയിട്ട് ആദ്യം ദേവന്മാർക്കായിട്ട് ധാരാളം അമൃതം അങ്ങ് ഒഴിച്ചു കൊടുത്ത് അതങ്ങ് തീർത്തു കളഞ്ഞു. പക്ഷെ ഇതൊന്നും അസുരന്മാർ ശ്രദ്ധിച്ചില്ല. അവൾ നമ്മുടെ പ്രണയിനിയാണ്, നമ്മുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ച് അവര് ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ രാഹു ആകട്ടെ ഈ സമയം ദേവന്മാരുടെ വേഷം ധരിച്ച് ദേവന്മാരുടെ കൂട്ടത്തിലിരുന്ന് കുറച്ച് അമൃത് സേവിച്ചു. അത് കണ്ടപ്പോൾ ഭഗവാൻ സ്വന്തം രൂപത്തിൽ തന്നെ തിരിച്ചു വന്നിട്ട് ആ സുദർശന ചക്രം കൊണ്ട് രാഹുദേവന്റെ ഗളച്ഛേദവും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.